Good afternoon to all. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay. Yeah. എല്ലാവരും ആയോ ക്ലാസ്സില്? ജോയിൻ ചെയ്യുന്നേ ഉള്ളോ? മാം ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, നമുക്ക് പ്രയർ ആരാ ചൊല്ലാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പ്രയർ. God in the heaven, hear my prayer. Keep me in thy love and care. Be my guide in all I do. Bless all and everyone who loves me, who hates me, everyone. Bless everyone. Thank you, God. Yeah. Okay. Then thought of today and signing. ഞാൻ ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. പ്രിപ്പയർ ആയിട്ട് ചെയ്തോളൂ. ഓക്കെ. Good afternoon, ma'am, and good afternoon all. You get what you give. Signed in by Maya Sil. Yeah. Any thought of today? ഉണ്ടോ ആരെങ്കിലും? നോ? ഞാൻ പറയാം മാം. Your degree is just a piece of paper, and proper education should be seen in your character and behavior. നിങ്ങളുടെ ബിരുദം ഒരു കടലാസ് മാത്രമാണ്. ശരിയായ വിദ്യാഭ്യാസം കാണേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമായിരിക്കണം. Okay. Yeah. So let's start this class. Okay. ഇന്ന് ഏത് ഗ്രൂപ്പാണ്? കഴിഞ്ഞു മാം. 2 ഗ്രൂപ്പും ചെയ്തല്ലോ. 2 ഗ്രൂപ്പ് ഉണ്ടോ? ചെയ്തല്ലോ മിസ്സേ, 2 ഗ്രൂപ്പും ചെയ്തായിരുന്നു തന്ന ടോപ്പിക്. കഴിഞ്ഞു. ഇന്ന് എക്സർസൈസ് നോക്കി വരാൻ പറഞ്ഞു. ഇതില് നമ്മള് എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നോ? എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തന്നു അല്ലെ? ഇനിയിപ്പോ വേറെ കംപ്ലീറ്റ് ചെയ്യാനൊന്നുമില്ലോ, എല്ലാം കഴിഞ്ഞു അല്ലെ? ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. എക്സസൈസ് നോക്കിയിരുന്നു എല്ലാവരും? പറയൂ. നോക്കാൻ പറഞ്ഞിരുന്നു, നോക്കിയിട്ടില്ല മാം. നോക്കിയിട്ടില്ല? വെരി ഗുഡ്. കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു മാം. കുറച്ച് നോക്കി. ഇനി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടോ? അതോ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണോ നമുക്ക്? ക്ലിയർ ആണ് മാം. ഒന്ന് എല്ലാവരും കൂടി റിവൈൻഡ് ചെയ്യാം. നമുക്ക് ഓരോരുത്തരായിട്ട് പറയാം, റിവിഷൻ ആയിട്ടും ചെയ്യാം. ഓക്കെ. എക്സസൈസ് ഇപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെങ്കിൽ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. റിവിഷൻ നടത്തിയിട്ട് ഇന്ന് ഫുള്ള് നമുക്ക് റിവിഷൻ നടത്താം. ദെൻ നാളെ നമുക്ക് ഞാൻ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ആണോ? അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? യെസ്. സോ ഓരോരുത്തരായിട്ടൊന്ന് പറയൂ കേട്ടോ, സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടും എന്താണ് ഫസ്റ്റ് റീ പറയാ, എന്താണ് റിപ്പോർട്ട് സ്പീച്ച്, എന്താണ് നമ്മൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ? അറിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒന്ന് പറയൂ, ആരെങ്കിലും ഒരു
സ്റ്റാർട്ട് ചെയ്തോളൂ. നിഷ സ്റ്റാർട്ട് ചെയ്യും. നിഷ ഫസ്റ്റ് തുടങ്ങി. മനസ്സിലായത് മാത്രം ടെക്സ്റ്റ് വൈസ് പറയണമെന്നില്ല. നിഷയ്ക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ഒന്ന് പറയാം. എക്സാമ്പിൾസ് വേണമെങ്കിൽ എക്സാമ്പിൾസ് പറയണമെങ്കിൽ അതേ രീതിയിൽ പറയാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ ഓരോരുത്തർ പറയുമ്പോ എല്ലാവർക്കും കുറച്ചുകൂടി ക്ലിയർ ആകും, കുറച്ചുകൂടി അത്യാവശ്യം ഇൻഫർമേഷൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, റെഡിയാണോ നിഷ? മാം ഓക്കെ മാം. WH ക്വസ്റ്റ്യൻസ് മുതലല്ലേ മാം? WH ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യണം. റിപ്പോർട്ടഡ് സ്പീച്ച് ഫസ്റ്റ് തുടങ്ങി. ഡയറക്റ്റ് ആൻഡ് സ്പീച്ചില് ഫസ്റ്റ് തുടങ്ങി എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്ന് ജസ്റ്റ് പറയാം. അതിനുശേഷം സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അതിനുശേഷം അങ്ങനെ ഒരു ആ ഓർഡറിൽ തന്നെ പോവാം. ഫസ്റ്റ് ഭാഗം ഞാൻ വേണമെങ്കിൽ പറയാം മിസ്. പറയൂ. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ള ഭാഗം, അതിൽ ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് അത് എങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക എന്നുള്ളത്, അത് പലതിലും പല സ്ട്രക്ചർ പല രീതിയിലാണ് മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് അത് തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിനും ഒരു പ്രത്യേക സ്ട്രക്ചറും ഇതിലാണ് പറയാ. നേരെ മറിച്ച് WHO ക്വസ്റ്റ്യൻസ് അതിനും വേറെ സ്ട്രക്ചർ ഉണ്ട്. അപ്പം അതില് ആദ്യം പറയുന്നത് എന്താണ് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുമ്പോൾ അത് ഡയറക്റ്റ് ആണ്, അതായത് നേരിട്ട് പറയാണ്. പക്ഷെ ഈ കേട്ട വ്യക്തി മൂന്നാമത് ഒരാളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുമ്പോൾ ഡയറക്റ്റ്, അത് സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പറയുമ്പോഴേക്കും അത് ഇൻഡയറക്റ്റിലേക്ക് മാറുകയാണ് ചെയ്യണത്. അതിൽ നമ്മൾ ടെൻസിൽ മാറ്റം വരും. നമ്മളിപ്പോ ഫസ്റ്റ് പറഞ്ഞതിൽ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അത് ടെൻസിലൊക്കെ മാറ്റം വരും, പിന്നെ നൗണിൽ മാറ്റം വരാം. അങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് അത് ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക. ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്കും കൂടി മാറ്റേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസുക്കും പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റുക്കും മാറും. അതുപോലെ ക്യാൻ വിൽ ഷാൾ മേ ഇതിലൊക്കെ മാറ്റം വരും. ക്യാൻ വിൽ അതൊക്കെ വുഡായി മാറും, ഷാൾ ഷുഡായി മാറും, മേ മൈറ്റായിട്ട് മാറും. ഇത്തരം മാറ്റങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ സംഭവിക്കും. ടെൻസിലൊക്കെ മാറ്റം വരും. പിന്നെ അതുപോലെ സിമ്പിൾ പ്രസന്റിൽ ഇപ്പം ഈ സൈഡ് ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ മാറ്റി പറയുമ്പോൾ ഹി സെഡ് ദാറ്റ് എന്ന് വരും. സെഡ് ദാറ്റ് അവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് പോലെ വരും. ഹി ലൈക്ക്ഡ് ഐസ്ക്രീം. അപ്പോൾ ടെൻസിലൊക്കെ മാറ്റം വരും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഡയറക്റ്റ് സ്പീച്ചിനെ എങ്ങനെ ഇൻഡയറക്റ്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ബാക്കി ജിഷാന പറഞ്ഞുതരും. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ ഓക്കെ മാം. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് റിഷാന പറഞ്ഞത്. ഹി സെഡ് ഐ ലൈക്ക് ഐസ്ക്രീം എന്നുള്ളത് അതിൽ ദാറ്റ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് വരും. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി ലൈക്ക്ഡ് ഐസ്ക്രീം എന്നാ പറയാ. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറി. അതാണ് ഫസ്റ്റ്. ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറി. അപ്പൊ നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറും. ഹി സെഡ് ഐ ആം ലിവിങ് ഇൻ ദുബായ് എന്നാണെങ്കിൽ അതിൽ ദാറ്റ് വരും. ഹി സെഡ് ദാറ്റ് എന്ന് വരും. ഐ ആം എന്നുള്ളത് ഹി വാസ് എന്നാവും. ഐ എന്നുള്ളത് ഹീലോട്ട് മാറും. ആം ഹീല് വാസ് വരും. അപ്പൊ ഹി വാസ് ലിവിങ് ഇൻ ദുബായ്. പ്രസന്റ് കണ്ടിന്യൂസ് ഉള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറി. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും. ഹി സെഡ് ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന ആണ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുമ്പോൾ ഹി സെഡ് ദാറ്റ് കണക്റ്റഡ് വേർഡ് ആണ്, കണക്റ്റിംഗ് വേർഡ്. ഐ ഹാവ് എന്നുള്ളത് ഹി ഹാഡ് എന്നിലോട്ട് മാറും. ഈറ്റൻ ഫുഡ് തന്നെ വരും. അങ്ങനെയാണ്. അടുത്ത സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടും പാസ്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ടും മാറും. മിസ് ക്ലിയർ അല്ലേ? മായ എന്തോ പറയണ്ടായിരുന്നു. മായ എന്റെ വോയിസ് എനിക്ക് തിരിച്ചു കേട്ട പോലെ തോന്നി. ക്ലിയർ ആണോ മാം? വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്.
പറയും. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും. അപ്പോ ഹി സെഡ് ഐ റോട്ട് എ സ്റ്റോറി എന്നുള്ളത് ഹി സെഡ് ദാറ്റ് കണക്ടിങ് വേർഡ് യൂസ് ചെയ്യും. ഐ റോട്ട് എന്നുള്ളത് ഹി ഹാഡ് റിട്ടൺ എന്നാവും. ഹി ഹാഡ് റിട്ടൺ എന്നാവും. നെക്സ്റ്റ് വന്നിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറും. ഹി സെഡ് ഐ വാസ് റീഡിങ് എ ബുക്ക് എന്നാണ്. അപ്പൊ അത് ഹി സെഡ് ദാറ്റ്. ഐ വാസ് എന്നുള്ളത് ഹി ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക് എന്നാവും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് കണക്ടിങ് വേർഡ് ആണ്. ഐ വാസ് റീഡിങ് എന്നുള്ളത് ഹി ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക് എന്നാവും. നെക്സ്റ്റ് വന്നിട്ട് ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റും ആവും. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾ ഹി സെഡ് ഐ വിൽ പ്ലേ ക്രിക്കറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ഹി സെഡ് ദാറ്റ് കണക്ടിങ് വേർഡ് യൂസ് ചെയ്തു. ഐ വിൽ പ്ലേ എന്നുള്ളത് ഹി വുഡ് പ്ലേ എന്നാവും. ഹി വുഡ് പ്ലേ ക്രിക്കറ്റ് എന്നാവും. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലോട്ട് മാറിയതാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിലോട്ട് അടുത്ത നെക്സ്റ്റ് ഐ വിൽ ബി പ്ലേയിങ് എന്നുള്ളത് ഹി വുഡ് ബി പ്ലേയിങ് എന്നാവും. ഐ വിൽ ബി എന്നുള്ളത് ഹി വുഡ് ബി എന്നാവും. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റ് ഇതിലോട്ട് മാറും. അതിന്റെ എക്സാമ്പിൾ ഐ വിൽ ഹാവ് പ്ലേഡ് എന്നുള്ളത് ഐ വിൽ ഹാവ് പ്ലേഡ് എന്നത് ഹി വുഡ് ഹാവ് എന്ന് വരും. ഹി വുഡ് ഹാവ് പ്ലേഡ് എന്നാവും. അത്രയേ ഉള്ളൂ പാസ്റ്റ്. നമ്മൾ ടെൻസ് വന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ. നെക്സ്റ്റ് വന്നിട്ട് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ദ ടീച്ചർ സെഡ് ദ ബോയ് വൈ ആർ യു ലേറ്റ് എന്ന് വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ടീച്ചർ സെഡ് ദ ബോയ് വൈ ആർ യു ലേറ്റ് എന്നാൽ അപ്പൊ നമുക്ക് അവിടെ സെഡ് എന്നുള്ളത് ആസ്ക്ഡ് ആക്കണം. അപ്പോ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ആർ യു എന്നുള്ളത് ഹി വാസ് ലേറ്റ് എന്നാണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി അതിന്റെ വന്നിട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് കൺവേർട്ടിംഗ് സെന്റൻസ് ആണ്. ഫസ്റ്റ് സബ്ജക്ട് വരണം, സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് കൺവേർട്ടഡ് സെന്റൻസ് എന്നുള്ളതാണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഉള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി സ്പീക്കർ എന്താണോ പറയുന്നത് ആസ്ക്ഡ് നമ്മൾ ചേർത്ത് എഴുതണം. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ആർ യു എന്നുള്ളത് ഹി വാസ് ലേറ്റ് എന്നായി. അങ്ങനെ എഴുതേണ്ടത് കൺവേർട്ടഡ് സെന്റൻസിലോട്ട് മാറ്റുമ്പോൾ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഐ എന്നുള്ളത് ഹി ഓർ ഷീ ആവും. യു എന്നുള്ളത് ഹി ഓർ ഷീ ആവും. യുവർ എന്നുള്ളത് ഹിസ് ഓർ ഹെയർ. വി ദേ ആവും. അവർ ദെയർ ആവും. മൈ ഹിസ് ഓർ ഹെയർ ആവും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും. ടുമാറോ ദ നെക്സ്റ്റ് ഡേ. എസ്റ്റർഡേ പ്രീവിയസ് ഡേ ആവും. നൗ ദെൻ ദിസ് ദാറ്റ് ഹെർ ദർ ആവും. അതേപോലെ നമ്മൾ ആം ഓർ ഈസ് എന്നുള്ളത് വാസിലോട്ടാവും. ഡയറക്റ്റ് വേർഡിൽ നിന്ന് ഇൻഡയറക്റ്റ് വേർഡിലോട്ട് മാറ്റുമ്പോൾ ആർ എന്നുള്ളത് വാസ് ഓർ വേർ ആവും. ഡു ഡസ് എന്നുള്ളത് ഡിഡ് ആവും. ഹാസ് ഓർ ഹാവ് ഹാഡ്. വിൽ വുഡ് ആവും. ഷാൾ ഷുഡ് ആവും. ക്യാൻ കുഡ് ആവും. മേ മൈറ്റ് മസ്റ്റ് ഹാഡ് ടു. ഡിഡ് ഹാഡ്. വാസ് ഓർ വേർ ഹാഡ് ബീൻ. വേർബ് 1 എന്നുള്ളത് വേർബ് 2ലോട്ടും വേർബ് 2 എന്നുള്ളത് ഹാഡ് പ്ലസ് വേർബ് 3ലോട്ടും മാറും. നെക്സ്റ്റ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒന്ന് സ്ട്രക്ചർ എന്നുള്ളത് സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ഈ ഫോർ വെദർ എന്ന് യൂസ് ചെയ്യും പ്ലസ് കൺവേർട്ട് സെന്റൻസ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. മേരി സെഡ് ടു റാം ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമാറോ എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നമ്മൾ സെഡ് എന്നുള്ളത് ആസ്ക്ഡ് ആക്കണം. അപ്പൊ മേരി ആസ്ക്ഡ് റാം എന്ന് വരും. അപ്പൊ ആർ യു എന്നുള്ളതിൽ നമ്മൾ കൺവേർട്ടിങ് ഈ ഫോർ വെദർ യൂസ് ചെയ്യാം. അപ്പൊ ഈഫ് യൂസ് ചെയ്തു. യു ഉള്ളത് ഹി ആക്കി. അപ്പൊ ഹി വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ദ. ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവും. ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവും. അപ്പോ നെക്സ്റ്റ് ഡേ എന്ന് വന്നു. അപ്പൊ മേരി ആസ്ക്ഡ് റാം he was sure about coming the next day എന്ന് വരും. നെക്സ്റ്റ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ടു പ്ലസ് ബേസ് വെർബ് എന്നാണ്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആവുമ്പോൾ അത് ക്ലോസ് ദ ഡോർ എന്നാണെങ്കിൽ റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് വരുമ്പോൾ ഷീ ടോൾഡ് ഹിം ടു ക്ലോസ് ദ ഡോർ എന്ന് വരും.
അതേസമയം ഒരു സെന്റൻസ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് തരുവാണെങ്കിൽ ബെഗർ സെഡ് ടു രാമു ഗിവ് സം വാട്ടർ എന്നാണെങ്കിൽ ബെഗർ, അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ കമാൻഡഡ്, ഓർഡർ, റിക്വസ്റ്റഡ്, അഡ്വൈസർ, സജസ്റ്റഡ് എന്നിവയെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. അപ്പോ അതിൽ വന്നിട്ട് ഒരു ആർമിയോ മിലിറ്ററിയോ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ വെച്ചാൽ കമാൻഡഡ് എന്നും, സുപ്പീരിയർ ഓഫീസർ ഇല്ലെങ്കിൽ ഇൻഫീരിയർ എന്ന് പറഞ്ഞ ഓർഡേർഡ് എന്നും, പ്ലീസ് കൈൻഡ്ലി എന്നെല്ലാം വരുന്ന റിക്വസ്റ്റഡ്, ഉപദേശ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് അഡ്വൈസ്ഡ്, സജഷൻ നിർദ്ദേശമാണെങ്കിൽ സജസ്റ്റഡ് എന്നും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഗിവ് സം വാട്ടർ എന്ന് പറയുമ്പോൾ അത് റിക്വസ്റ്റഡ് ആയതുകൊണ്ട് എ ബെഗ് റിക്വസ്റ്റഡ് രാമു എന്ന് എഴുതണം. ടു എന്താണ് എന്നിട്ട് ടു കണക്ടിങ് വേർഡ് ആയിട്ട് നമ്മൾ ടു ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടു യൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഗിവ് സം വാട്ടർ എന്ന് ചേർത്ത് എഴുതാം. അത് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ദ ബോയ് സെഡ് ടു ദ ടീച്ചർ പ്ലീസ് ഡോണ്ട് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയി. ഡോണ്ട് ടെൽ മൈ പാരന്റ്സ് അബൌട്ട് ദിസ് എന്നാൽ അപ്പൊ അത് നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് അത് റിക്വസ്റ്റഡ് ആണ്. ഡോണ്ട് ടെൽ മൈ പാരന്റ്സ് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ പ്ലീസ് ആഡ് വന്നതുകൊണ്ട് റിക്വസ്റ്റഡ് ആണ്. അപ്പൊ ദ ബോയ് റിക്വസ്റ്റഡ് ദ ടീച്ചർ എന്ന് എഴുതണം. എന്നിട്ട് ഡോണ്ട് ടെൽ എന്നുള്ളത് അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നാവും. മറ്റേത് ടു മാത്രമേ കണക്ടിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുള്ളൂ പോസിറ്റീവ് ആയതുകൊണ്ട്. നെഗറ്റീവ് ആയതുകൊണ്ട് അതിൽ നോട്ട് ടു എന്നാവും ഡോണ്ട് എന്നുള്ളത്. അപ്പൊ നോട്ട് ടു ടെൽ ഹിസ് പാരന്റ്സ്, മൈ പാരന്റ്സ് എന്നുള്ളത് കൺവേർട്ട് ചെയ്ത് ഹിസ് പാരന്റ്സ് എന്നാവണം. എബൌട്ട് ദിസ് എന്നുള്ളത് എബൌട്ട് ദാറ്റ് എന്നാവണം. അപ്പൊ ദ ബോയ് റിക്വസ്റ്റഡ് ദ ടീച്ചർ നോട്ട് ടു ടെൽ ഹിസ് പാരന്റ്സ് എബൌട്ട് ദാറ്റ് എന്ന് വരും. നെക്സ്റ്റ് വന്നിട്ട് എക്സ്ക്ലമേഷൻ ആണ്. എക്സ്ക്ലമേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് സ്ട്രോങ് ആൻഡ് ഇമോഷൻ ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനോ അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ദാറ്റ് പ്ലസ് കൺവേർട്ടിംഗ് സെന്റൻസ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിൽ എക്സ്ക്ലേമഡ് ആയിരിക്കും. അപ്പൊ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത് അത് നമ്മൾ എഴുതുന്ന സമയത്ത് ഷീ എക്സ്ക്ലെയിംഡ് എന്ന് ചേർത്ത് എഴുതണം. ക്ലെയിംഡ് റിപ്പോർട്ടിംഗ് വേർബായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് എക്സ്ക്ലെയിംഡ് എന്നാണ്. അതുകൊണ്ട് ഷീ എക്സ്ക്ലെയിംഡ് കണക്ടിംഗ് വേർഡ് ആയിട്ട് നമ്മൾ ദാറ്റ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ എന്ന് വരും. ദ വ്യൂ വാസ് കൺവേർട്ടിംഗ് സെന്റൻസ് ആയിട്ട് നമ്മൾ വാട്ടോ അത് നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് യൂസ് ചെയ്യില്ല. വാട്ട് അങ്ങനെയൊന്നും ഹൗ എന്ന് അതൊന്നും യൂസ് ചെയ്യില്ല. അത് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ എന്ന് മാത്രമേ എഴുതത്തുള്ളൂ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാവ് എന്ന് യൂസ് ചെയ്ത് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് എന്നും, വാട്ട് എന്ന് വെച്ചാൽ അത് ഇൻഡയറക്റ്റ് ആയി എക്സ്ക്ലെയിംഡ് വിത്ത് സർപ്രൈസ് എന്നോ ഡിലൈറ്റ് എന്നോ യൂസ് ചെയ്യാം. വെൽഡൺ എന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് അപ്പോലോസ് എന്ന് യൂസ് ചെയ്യാം. ഹോ എന്നുള്ളത് എക്സ്ക്ലെയിംഡ് വിത്ത് സർപ്രൈസ് സോറോ. പിന്നെ സോറി എന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് റിഗ്രറ്റ്. ഹുറേ എന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. ഹൗ എന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് സർപ്രൈസ് ഓർ റിഗ്രറ്റ്. അലാസ് എന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ. പിന്നെ എക്സ്ക്ലെയിമറി മാർക്ക് ഉണ്ട് ഇതില്. നമ്മൾ അത് വന്നിട്ട് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് ആൻസറിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചൈൽഡ് സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അതിലൊന്ന് എക്സ്ക്ലെയിമറി മാർക്ക് ഉണ്ടാവും. പിന്നെ ഇൻവേർട്ടഡ് കോമ അതെല്ലാം ഉണ്ടാവും. അത് നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ടഡ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ദ ചൈൽഡ് എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് എഴുതുക. പിന്നെ അത് സെന്റൻസ് എഴുതുക. വാട്ട് യൂസ് ചെയ്യേണ്ട, എക്സ്ക്ലെയിമറി മാർക്ക് യൂസ് ചെയ്യേണ്ട. പിന്നെ വന്നിട്ട് അതിന്റെ ഇൻവേർട്ടഡ് കോമയൊന്നും യൂസ് ചെയ്യേണ്ട. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് വരും. ഇറ്റ് വാസ് എന്നാവും. വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് ഓർ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നും എഴുതാം. രണ്ടും ആയിട്ട് എഴുതാൻ പറ്റും. മാം അത്രയേ ഉള്ളൂ. ഹാസും ഹാവ് എന്നത് ഹാഡിലോട്ട് പോകും. അത്രയേ ഉള്ളൂ. താങ്ക് യു മാം. കഴിഞ്ഞോ? ഞാൻ ഓരോ എക്സാമ്പിളെ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവരും ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ് മാം. ഞാൻ കെംസിക്ക് തന്നോളൂ. ഇത്രയും നല്ല രീതിയിൽ ക്ലിയർ ആയി ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ഇല്ല മിസ്സേ, ഈ ചാപ്റ്റർ എന്തോ മിസ് പറഞ്ഞായിരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഈ ചാപ്റ്റർ എന്തോ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് പഠിക്കുകയും ചെയ്തു. ഇൻട്രസ്റ്റ് ആയി. ഏറ്റവും ടഫായി തോന്നിയ ഒരു ചാപ്റ്റർ ആണ്. ഇപ്പൊ ഭയങ്കര ഈസി ആയിട്ട് അല്ലെ? അതെ മിസ്സേ. അത് നിങ്ങൾ പഠിച്ചോണ്ടാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നിയത്. ഓക്കെ. സോ ദെൻ പിന്നെ എക്സസൈസ് ആണ്. എക്സസൈസ് ഒക്കെ നിങ്ങൾ നോക്കാം. കുറച്ച് വേണ്ടി ഞാനിപ്പോ പറയാം.
First one, okay. Jimmy said, I'm going to London tomorrow. ഒന്ന് പറഞ്ഞു നോക്കിയേ. അവൻ പറഞ്ഞു ഞാൻ നാളെ ലണ്ടനിൽ പറയൂ. Jimmy said that Jimmy he said was that he he was was going to going London to the London next tomorrow. day. The next day. അതെ അതെ. Yeah, Jimmy said that he was going to London the next day. Yeah. Then the boy said, I don't know anything about Kalam. The boy said that he didn't know anything about Kalam. Yeah, he didn't know anything about Kalam. Then we shall go to museum tomorrow, Suma said to Simi. Suma asked to Simi. ചോദ്യമല്ല കേട്ടോ. Suma said to വെക്കണോ said മാത്രം വെച്ചാൽ മതിയോ മിസ്? Suma said to Simi that. എക്സാമിനൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യേണ്ട സെന്റൻസ് മാത്രമായിരിക്കണം കേട്ടോ. ഇനി സെഡ് ടു ആണോ സെഡ് ആണോ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണ്ട. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ സുമ said to Simi എന്ന് വരില്ല മിസ്? Said തന്നെ വരില്ലേ? പറഞ്ഞേ അവിടെ എന്തും വന്നേക്കാം. സുമാ സെഡ് ടു സിമി എന്നാകാം, അല്ലെങ്കിൽ സുമാ സെഡ് എന്നാകാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞേ. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, അവിടെ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ റിപ്പോർട്ട് ചെയ്യേണ്ട സെന്റൻസ് ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇപ്പൊ സുമാ സെഡ് എന്ന് പറഞ്ഞാലും സുമാ സെഡ് ടു സിമി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. നമ്മൾക്ക് ആവശ്യം എന്താണ്, ആ സ്റ്റേറ്റ്മെന്റിന് എന്താണ് റിപ്പോർട്ട് ചെയ്യണം, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. We shall go to the museum tomorrow. അതിന് റിപ്പോർട്ട് ചെയ്യൂ. They should go to the museum the next day. Yeah, they should go to the museum the next day. Yes. Srihari said, my father came here 3 weeks ago and will be there for a week. Srihari said that his father had come. V3 form come അല്ലേ മിസ്സേ? Come came come എന്നാണ് വരിക V3. 3 weeks before and would be there for 4 more weeks എന്ന് വരില്ലേ മാം? 3 weeks ago എന്ന് പറയുന്നത് 3 weeks before ആകും. എഗോ എന്നുള്ളത് ബിഫോറോ ഏരിയറിലൊക്കെ മാറാം. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഫസ്റ്റ് പാസ്റ്റും സെക്കൻഡ് ഫ്യൂച്ചറിലേക്കാണ് അല്ലേ? മിസ്സേ കാണുമ്പോ ഇത്തിരി ഒരു ടഫായിട്ട് തോന്നുന്നു. അപ്പൊ എക്സാമിന് ഇങ്ങനത്തെ ടൈപ്പ് ആക്കാറ് വരിക? ഇല്ല ഇല്ല ഇല്ല, പേടിക്കണ്ട. പക്ഷെ ഈ ടെക്സ്റ്റ് ഭയങ്കര ടഫായിട്ട് എന്നുള്ളത് ഹാഡ് കം എന്നല്ലേ വരും? പിന്നെ വില്ല് വുഡാവും. അത്രയുള്ള വ്യത്യാസം. നിങ്ങൾ ഒരുപാട് ചിന്തിക്കണ്ട. ഹിസ് ഫാദർ ഹാഡ് കം ഹിയർ എന്നുള്ളത് there 3 weeks before or earlier and would be there for a week. Would be there തന്നെയായിരിക്കും. Would be there for a week. More weeks വരില്ലേ മാം? അത് No. What a beautiful Therefore, more weeks that it was very beautiful sight or very beautiful sight. Weeks of 4 more weeks എന്നല്ലേ മാം? അതിൽ ചേഞ്ച് ഒന്നും വരില്ലേ? അതുപോലെ തന്നെ മതിയില്ലേ? അതുപോലെ for a week അതന്നെ സെയിം, അവിടെ ചേഞ്ച് ഒന്നും വരില്ല. ഹിസ് ഫാദർ മൈ എന്നുള്ളത് ഹിസ് ആകുന്നു, came എന്നുള്ളത് had come ആകുന്നു, here there
3 weeks ago എന്നുള്ളത് ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ ആകും. വിൽ ബി, വുഡ് ബി സെയിം. വില്ല് വുഡ് ആകുന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. വുഡ് ബി there for a week. അത്രയേ ഉള്ളൂ. ക്ലിയർ? കൺഫ്യൂഷൻ ഒന്നും വേണ്ടാന്നേ. നിങ്ങളത് ടെൻസ് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. I shall have to buy another one. I have lost my pen. Past present perfect ആണ്. present perfect എങ്ങോട്ടേക്ക് മാറും? past perfect മാറും. shall should ആകുന്നു. ഒരിക്കലും should had ഒന്നും വരില്ല. should have തന്നെ വരാം അല്ലേ? ഷുഡ് ഹാവ് അല്ലേ വരുള്ളൂ, ഹാഡ് വരില്ലല്ലോ. ഷുഡ് ഹാഡ് വരുമോ? ഇല്ല, ഒരിക്കലില്ല. അതൊക്കെ നോട്ട് ചെയ്യണം. should have മിസ്റ്റേ ഞാനത് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു സുഖല്ലേ. ഷുഡ് ഹാഡ് വരുമ്പോ ഒരു രസമല്ലേ, ഷുഡ് ഹാവ് രസം കേൾക്കാൻ. രസമൊക്കെ ഇരിക്കാം. ഓക്കെ, അപ്പോ ശങ്കർ says, "Mummy, I shall have to buy another pen. I have lost my mind. I have lost mine." Mine എങ്ങോട്ടേക്ക് മാറും? His he had lost his pen. He had lost his. എന്താണൊരു സുഖമില്ല മൊത്തത്തില്. കിട്ടോ? He had lost his. പറയാം, കുഴപ്പമൊന്നുമില്ല. പെണ്ണ് അവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇവിടെ അങ്ങനെ പറയാം, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എത്രയും മതി നമുക്ക്. ഇനി ഇത് നോക്കി. What do you want? ക്വസ്റ്റ്യൻ ആണേ. What do you want? She said to me. What do you want to me? He asked me what I wanted. Yeah. What you wanted. Wanted വരും. Did plus want wanted ആണ്. So നമുക്ക് did അവിടെ വേണ്ട, പകരം വേർബിനെ നമുക്ക് ഫസ്റ്റ് ആക്കാം. What you wanted. അങ്ങനെ വരും കേട്ടോ. What you wanted. Next, I wanted അല്ലേ മാം? I wanted അല്ലേ വരും? I അല്ലേ വരും? Asked me എന്നോട് ചോദിച്ചു എന്നല്ലേ? അപ്പൊ what I wanted. അതെ. Then can you tell me the way to the airport? I said to stranger. I asked to stranger, can you me? Would you nale, ma'am? Could you tell me the way to the airport? Could yes or no questions ആണോ? എന്തോ? ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനാ? WH അല്ലല്ലോ വരാ. WS അല്ലല്ലോ അത്. ഇഫും yes or no questions. Yes or no question അല്ലേ? WH അല്ലാതെ കാണുന്ന എല്ലാ ക്വസ്റ്റ്യനും എന്താണ്? yes or no question ആയിരിക്കും. അപ്പൊ if വരില്ല മാം? if വരും. If വരും. I asked to stranger if He could tell me the way to airport. yeah, because me ആലോചിക്കൂ. എന്താണ്? ഞാൻ സ്ട്രേഞ്ചറിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്നോട് പറയൂ എയർപോർട്ടിൽ പോണ വഴി, അതല്ലേ? എയർപോർട്ടിലേക്കുള്ള വഴി എനിക്ക് പറഞ്ഞു തരാമോ, പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ലെ? അപ്പൊ അതെങ്ങനെ വരും? അതെങ്ങനെ വരും മിസ്സേ? I asked to a stranger if could you he ആകൂല്ലേ മിസ്സേ?
യു ഹി ആവണം. കാരണം Miss, അവിടെ കാരണം കുഡ് മാത്രം മാറ്റം വരുള്ളൂ അല്ലെ? ക്യാൻ കുഡ് ആവും, അല്ലാതെ വേറെ ടെൻസ് മാറ്റം വരില്ല. ക്യാൻ കൊണ്ടാവും, പക്ഷെ അവിടെ മീ വരാൻ കിടപ്പുണ്ട്. അതെന്താ? നീ അതെന്താ തന്നെയാണോ വരാ? എഴുതണ്ടാവും അല്ലേ? എന്തോ മീ അവിടെ മീ തന്നെയല്ലേ വരിക? മീ 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 തന്നെ വരണം. കാരണം ഞാനാണ് ചോദിച്ചത് അല്ലെ, ഞാൻ അവരോട് അപ്പൊ ചോദിച്ചു. അപ്പൊ അവിടെ മിസ്സേ ഇഫ് ഓർ വെദർ എവിടെ വരിക? ഇഫ് കുഡ് യു കുഡ് ഹി വരുമോ? കുഡ് ഹീന്ന് വരുമോ? I asked her to stranger if അതിനുശേഷം വരണം ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഫ് ഓർ വെദർ അവിടെ വരണ്ടേ മിസ്സേ? സ്ട്രേഞ്ചർ കഴിഞ്ഞിട്ടല്ലേ ഇഫ് ഓർ വെദർ സ്ട്രേഞ്ചർ കഴിഞ്ഞിട്ട് മിസ് വരും. മിസ്സേ അവിടെ ക്യാന് കുഡ് ആവൂലേ? അതിന്റെ മുന്നേ ഇഫ് ഓർ വെദർ വരണ്ടേ? അതാണ് ഞാൻ പറഞ്ഞേ. I said to stranger കഴിഞ്ഞിട്ട് if or whether വരണം. അതിനുശേഷമാണ് ക്യാനോ കുഡോ ചേർക്കേണ്ടത്. If I could he asked stranger if he could tell me the way to the airport. He could tell me the way to the airport. അല്ലേ വരാം. Yeah, next over. He said to me, what are you doing? മിസ്സേ അവിടെ ക്യാനിന്റെ മുന്നേ ഹി വരിക? ഇവിടെ ക്വസ്റ്റ്യൻ എടുത്തവർ ആരാണ്? മിസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കണത് സ്ട്രേഞ്ചറോടല്ലേ? അവിടെ യു വരുന്നത് സ്ട്രേഞ്ചർ അല്ലേ? അപ്പൊ യു ഹി ആവണ്ടേ? യു ഹി ആണല്ലോ. അപ്പൊ ഇഫ് ഹി കുഡ് ആണോ വരുന്നത് എന്ന് ചോദിക്കണത്? ഇഫ് ഹി കുഡ് ആണോ വരുന്നത്? അതന്നെ വരാ. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങള്. Can you help me with some money? ഇവിടെ എന്താ വന്നിരിക്കുന്നേ? My boyfriend asked me whether or if. I ആണോ യു ന് പകരം എന്താ അവിടെ വന്നേ? ഇവിടെ I ആണോ വന്നിരിക്കുന്നത്? പക്ഷെ വന്നിരിക്കുന്നത് ഫസ്റ്റ് അല്ലേ? ആണോ? അപ്പോഴവിടെ സബ്ജക്ട് ഫസ്റ്റ് വരണം കേട്ടോ, മറക്കരുത് ഇതൊന്നും. ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ് പിന്നെയും ഡൗട്ട് എന്താ? സബ്ജക്ട് ഫസ്റ്റ് വരണ്ടേ? ക്യാൻ യു എന്ന് ചോദിച്ചാൽ ആ യു ആണ് ആദ്യം എഴുതാ. യു എന്താണോ ഹി ആണ്, അപ്പൊ ഹി ആദ്യം എഴുതാ, അതിനുശേഷം ക്യാൻ മാറ്റാം. അപ്പൊ ഹി കുഡ് എന്ന് വരും. ക്യാൻ യു എന്നുള്ളത് ഹി കുഡ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. He said to me, what are you doing? എന്നോടാണ് ചോദിച്ചത് കേട്ടോ, ചോദ്യം മാറരുത്. He asked me what He said I to me was doing. what I was doing. What I was doing എന്ന് വരും. Yeah. Okay, മതി, ഇത്രയും മതി, ധാരാളം. Next, okay, imperatives okay. Sit down boys, said the professor. Imperatives എടുത്തവര് പറയൂട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? The professor The told the professor boys to told sit down. the boys to sit down. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ പഠിച്ചതൊക്കെ എല്ലാം ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ വന്നപ്പോ എന്തൊരു കൺഫ്യൂഷൻ. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം വിട്ടേക്കോ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതോട് ചോദിക്കാം. ഓക്കെ, പൊതുവെ മിസ്സേ മോക്ക് ടെസ്റ്റ് തരുമ്പോ വരില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കത്തെ ഈ ക്വസ്റ്റ്യൻസ് ഈ എക്സസൈസുകൾ കാണുമ്പോൾ ഭയങ്കര ഡൗട്ടാ തോന്നി. അപ്പൊ അത് വിട്ടേക്കോ. ഞാൻ മോക്ക് ടെസ്റ്റ് തരുമ്പോ ക്ലിയർ ആവും. എന്നിട്ട് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത്
ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് മതി Okay, ma'am. കേട്ടോ. സോ നിങ്ങൾ ഈ അടുത്തൊരു ചാപ്റ്ററിലേക്ക് നോക്കാം. നാളെ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഉണ്ടാവേ, ഞാൻ അപ്ലോഡ് ചെയ്യൂട്ടോ. ഓക്കെ, Okay, ma'am. യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ടെൻസിലുള്ള കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ ടെൻസ് ഏതൊക്കെയാ പഠിച്ചേ? പ്രസന്റ്, പാസ്റ്റ്, Present, past, Future. future. ഓക്കെ, ഫ്യൂച്ചർ. അതില് 4 ആക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. Continuous. Present perfect continuous. ഓക്കെ, ഇതെല്ലാം എല്ലാം അറിയാം. ഇനി വെർബിലേക്ക് പോവാം. വെർബിൽ ഞാൻ V1, V2, V3 ഫോംസ് പറഞ്ഞു അല്ലെ? അത് നമ്മൾ ഒറിജിനൽ നെയിം എന്താ പറഞ്ഞേ? പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെ? ഇങ്ങനെ 3 ഫോംസ് നമ്മൾ പഠിച്ചു. ക്ലിയർ? അപ്പോ ഇവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഈ ചാപ്റ്ററിൽ പറയുന്നതാണ് 2 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതിൽ ഓൾറെഡി ഒരു പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചു. ഏത് പാർട്ടിസിപ്പിളാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതാണ് വേർഡിന്റെ ഏത് ഫോം ആണ്? V3 ഫോം ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ എങ്ങനെയാ വരാത്? വേർബിന് ഒരു എക്സാമ്പിൾ പറയൂ. റൈറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. Wrote. Write, wrote. Written. Written ആണ് past participle. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ക്ലിയർ? ഇനി നെക്സ്റ്റ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പൊ 2 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് ഓൾറെഡി അറിയാം, V3 ഫോം ആണ്, അറിയാം. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സിമ്പിൾ ആണ്, അതൊരു ING ഫോം ആണ്. ഓക്കെ, ഇനിയിപ്പോ 4 ഫോംസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വെർബിൽ 4 ഫോംസ് ഉണ്ട്. V1, V2, V3, V4. അതില് V1 present, V2 past, V3 past participle, V4 present participle. ഓക്കെ, ഇനി ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും: റൈറ്റ്, റോഡ്, റിട്ടൺ, റൈറ്റിംഗ്. എത്തിയോ? ക്ലിയർ ആയോ? കുറച്ച് പേർക്കൊന്നും ക്ലിയർ ആയിട്ടില്ല. ഒരു വെർബ് ഫോം എടുക്കുക, ഒരു വേർഡ് എടുക്കുക. ഇനിയിപ്പോ ഒരു വേർഡ് ആണെങ്കിൽ സിംഗ് എടുക്കാം. സിംഗിന്റെ ഫോംസ് പറയൂ. Sing, sung, sang. ഒരു ഫോമും കൂടെ ഉണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതും കൂടെ പറയൂ. Sing, singing out. അല്ലേ? അത്രയേ ഉള്ളൂ. സിംഗ്, സാങ്, സം, സിംഗിങ്. അങ്ങനെ 4 ഫോംസ് നമ്മൾ പഠിച്ചു. ഇതാണ് ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അത്രയേ ഉള്ളൂ. ഇതിനെ ബേസ് ഞാൻ എന്റെ മോക്ക് ടെസ്റ്റ് തരണ്ടേ? ഓക്കെ, മാം ING ഫോം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ING ഫോം ആണ്. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതാം. 4 ഫോംസ് എഴുതാം. ഫസ്റ്റ് പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന 4 ഫോംസ് നോട്ട്ബുക്കിൽ എഴുതാം. അതിന് താഴെ ഓരോന്നിനും താഴെ V1, V2, V3, V4 എന്നും കൂടെ എഴുതാം. V1, V2, V3, V4. ഓക്കെ, എഴുതി കഴിഞ്ഞു എങ്കിൽ റൈറ്റ് ആ വേർഡ് എഴുതാം. അതിന് ഈ 4 ഫോംസും കൂടെ എഴുതാം. ഞാൻ പറയുന്ന എല്ലാ വേർഡിന്റെയും 4 ഫോംസ് എഴുതാം കേട്ടോ. ഫസ്റ്റ് വൺ റൈറ്റ്. ഇത് കഴിയുമ്പോ പറയണേ. ഒന്നുകൂടി പറയാം മാം. റൈറ്റ്.
write, wrote, written, writing. Yes. Write, wrote, written, write. Next, walk, walk. Walk. Walk, walked, walked, walking. Walk. Yes. Eat. Eat, ate, eaten, eating. Okay. Do. Next, do ആണ്. Do. അതെങ്ങനെയാ വരാ? Do, did, done, doing. Yeah. Do, did, done, doing. Yeah. അപ്പൊ അത്രയേ ഉള്ളൂ. മതിയാലോ? ഇനി ഒരുപാട് വേണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇതാണ് ഫോംസ്. ഇതിനെയാണ് നമ്മള് ഈ ചാപ്റ്ററിൽ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പാർട്ടിസിപ്പിളിനെ പറ്റിയാണ്. ഏതൊക്കെയാണ്? പ്രസന്റ് ആൻഡ് പാസ്റ്റ്. ആ രണ്ട് പാർട്ടിസിപ്പിളും നമ്മൾ നോക്കി അത്രയേ ഉള്ളൂ. ക്ലിയർ? മനസ്സിലായോ? പറയൂ. യെസ്. Yes, ma'am. Yeah, clear. Okay. Next, ഇവിടെ ജെറുഡ് എന്ന് പറയുന്നൊരു പോർഷൻ കണ്ടോ? ജെറുഡ് എന്ന് പറയുന്നത് ING ഫോം തന്നെയാണ് കേട്ടോ. ING ഫോം തന്നെയാണ്. അത് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ING ഫോമിന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ING ഫോം വരുന്ന സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്. ഓക്കെ. പല രീതിയിൽ നമുക്ക് ഒരു ING ഫോം വരുന്ന വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പ്രപ്പോസിഷന് ശേഷം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കിയേ. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയില്ലേ? അല്ലേ? വാക്കിംഗ് ഒരു നല്ലൊരു എക്സസൈസ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ വാക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് മാറി. സബ്ജക്റ്റിലേക്കാണ്, സബ്ജക്ട് വൈസ് ആണ് അവിടെ വാക്കിംഗ് എന്ന് പറയുന്ന വേർഡിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ? സോ അങ്ങനെയും വരാം. I like singing melody songs. കണ്ടോ? I like singing melody songs. അത് ഒബ്ജക്റ്റ് ആയിട്ടല്ല, പക്ഷെ ആ ഒരു രീതിയിലും നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. Then she inaugurated the salon by cutting everyone. ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. Her hobby is collecting coins. Okay. പല രീതിയിൽ നമുക്ക് ഈ ജെറുഡ് യൂസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമ്മൾ ആധികാരികമായിട്ടൊന്നും പഠിക്കാൻ അതിലില്ല. മനസ്സിലായോ? ഒരുപാട് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരാനേ ചാൻസ് ഉള്ളൂ. ജെറുഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് സബ്ജക്ട് ആസ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. സെന്റൻസ് സബ്ജക്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ കണ്ടത്. വാക്കിംഗ് എന്ന് പറയുന്നത് സബ്ജക്ട് ആയിട്ട് യൂസ് ചെയ്തു. Then as the object of a preposition, preposition object ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് വൺ. She inaugurated the salon by cutting a ribbon. Okay. അത് പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? Then as the object of certain verbs, വെർബിന്റെ കൂടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പറയൂ. ജെറുഡ് എന്ന് പറയുന്നത് ING ഫോം തന്നെയാണ്. വെർബിന് വരുന്ന വേർഡിന് വരുന്ന ING ഫോം യൂസ് ചെയ്യുന്ന ആ വേർഡിനെയാണ് ജെറുഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നമുക്ക് അത് എവിടേക്ക് യൂസ് ചെയ്യാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒബ്ജക്റ്റ് ഓഫ് സർട്ടൻ വേർബ്സിന്റെ യൂസ് ചെയ്യാം. വെർബ്സിന്റെ കൂടെ യൂസ് ചെയ്യാം. അവിടെയാണ് I like singing
സർട്ടൻ ഒബ്ജക്ട് വെർബിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ്, സർട്ടൻ വെർബ്സിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഐ ലൈക്ക് സിംഗിങ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആ മനസ്സിലായ പോലെ തന്നെ മനസ്സിൽ വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസോ മോക്ക് ടെസ്റ്റോ ഒന്നും ഉണ്ടാവില്ല, എക്സാമിനാണെങ്കിൽ പോലും ഉണ്ടാവില്ല. എന്താണ് ജിൽഡ് എന്നും എന്താണ് പാർട്ടിസിപ്പൻസ് എന്നും മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ക്ലിയർ ആണോ? യെസ്. ഈ ചാപ്റ്റർ പേടിക്കേണ്ടതായിട്ടൊന്നും ഇതിന് ഒരു ക്വസ്റ്റ്യനും വരില്ല കേട്ടോ. യൂണിറ്റ് 12 ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞു. വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. സ്പീഡിൽ പോയെന്നൊന്നും പറയരുത്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞേ ഉള്ളൂ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവോ? അതല്ല മിസ്സേ, ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ഇത്ര മനസ്സിലാക്കി വെക്കാനല്ലോ. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, എന്താണ് അതിനെ ബേസ് ചെയ്ത് ഒരിക്കലും ഒരു കാലത്തും ക്വസ്റ്റ്യൻസ് വരില്ല. പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം റെഫർ ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ. അത്രയും മാത്രം ചെയ്യാം. ഓക്കെ, ജെറണ്ട് എന്ന് പറഞ്ഞ എൻജി ഫോം ആണ്, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻജി ഫോം ആണ്. ഇത്രയല്ലേ അതിൽ മനസ്സിലാക്കാവുള്ളൂ? അതെ, അത്രയേ ഉള്ളൂ. ജെറണ്ട് വരുമ്പോൾ പല രീതിയിൽ വരുന്നുണ്ടെന്നുള്ളൂ. അത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ആവശ്യം വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസോ ആർക്കും കുട്ടികൾക്ക് പോലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും വരില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ വേറൊന്നും ഇനി. അപ്പോ 12 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രത്യേകിച്ച് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് വേഗം കംപ്ലീറ്റ് ആയി. ദെൻ ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, പക്ഷെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റിലുള്ള ഫ്രേസൽ വെർബ് അങ്ങനെ തന്നെ പഠിക്കാം. ടെക്സ്റ്റിലുള്ളത് മാത്രമേ എക്സാമിന് വരുള്ളൂ, പുറത്തുനിന്ന് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സോ ടെക്സ്റ്റിലുള്ള എല്ലാ ഫ്രേസൽ വെർബും പഠിക്കാം. ഓക്കെ ആണോ? മിസ് ഇത് ബൈഹാർട്ട് പഠിക്കണ്ടേ? ബൈഹാർട്ട് പഠിക്കണം. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് പഠിക്കാൻ തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ബ്രിങ് അബൌട്ട് എന്ന് പറയുന്നത് ടു കോസ് ആണ്. പക്ഷെ ടു കോസ് എന്ന് പറയുന്നത് മീനിങ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. പുട്ട് ഓഫ്, പുട്ട് ഇൻ എന്നൊക്കെ പറയുന്ന കുറെ വേർഡ്സ് ഉണ്ട്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, ഗിവ് ഇൻ, ഗിവ് അപ്പ്. അല്ലെ? ഗിവ് അപ്പ് എന്ന് പറയാൻ എന്താ? ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക, സ്റ്റോപ്പ് ചെയ്യുക, അല്ലെ? ഗിവ് അപ്പ്. ഇതുപോലെ ഒരുപാടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കുക, ബൈഹാർട്ട് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ്. ഞാൻ ഇവിടെ ഇത്ര ക്ലാസ് ഇത് ചാപ്റ്റർ ഏതാണ് മാം? ഇത് ഏത് യൂണിറ്റ് മാം? യൂണിറ്റ് ചാപ്റ്റർ യൂണിറ്റ് ഐ തിങ്ക് 13. 13 ആണേ ഫ്രേസൽ വെർബ്. യൂണിറ്റ് 13 നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ടെക്സ്റ്റ് വൈസ് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. കോമൺ ഫ്രേസൽ വെർബ്സ് ആണ്. ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് PSC ബുക്സ് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം പഠിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. സോ നിങ്ങൾ ടെക്സ്റ്റ് വൈസ് മാത്രം പഠിക്കുക. ഓക്കെ, അതിന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. നമുക്ക് എത്ര ഫ്രേസൽ വെർബ് ഉണ്ട്? അതിൽ ഒരുപാട്. 69 ഉണ്ട്. 69. സിമിലർ വെർബ്സ് ആൻഡ് ഫ്രേസൽ വെർബ്. സിമിലർ എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്, ഫ്രേസൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്, അങ്ങനെയാണോ അത്? സിംഗുലർ വെർബും ഫ്രേസൽ വെർബും തമ്മിൽ ബന്ധമില്ല കേട്ടോ. സിമിലർ അല്ല, സിമിലർ വെർബ്സ്. സിമിലർ സിമിലർ എന്നാ പറഞ്ഞ. സിമിലർ വെർബ്സ്, ഫ്രേസൽ വെർബ്, അങ്ങനെ ഇത് രണ്ടും ഓപ്പോസിറ്റ് വരുന്നതല്ലേ? അല്ല, ആന്റോണിം ആൻഡ് സിനോണിം എന്ന് പറയില്ല? ആന്റോണിം സിനോണിം അതല്ലേ മാം? നിങ്ങള് എന്താ ഉദ്ദേശിക്കുന്നേ? മാം PSC എന്ന് പറഞ്ഞത് PSC ബുക്കിലുണ്ടല്ലോ, ആന്റണിം ഓപ്പോസിറ്റ് വേർഡും സിനോണിം സെയിം മീനിങ് ഉള്ള വേർഡും. ഇതിന് മീനിങ് മാത്രമേ ഉള്ളൂ, ഓരോ ഫ്രേസിന്റെ മീനിങ്, ഫ്രേസൽ വെർബിന്റെ മീനിങ്. ഇതിന്റെ PDF ഇപ്പൊ നമ്മൾ മറിച്ച് നോക്കുമ്പോ 60 ഒക്കെ തുടങ്ങല്ലേ, 50 അബവ് എന്താ? പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഡൗൺ, അതൊക്കെ മീനിങ് അല്ലേ മാം? സെൻഡ് ഫോർ, അങ്ങനല്ലേ? നിങ്ങൾ എന്താ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ.
ഇതെല്ലാം പഠിക്കണോ എന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നേ? ക്ലിയർ ആവുന്നില്ല ഇതിൽ എനിക്ക്. മാം ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ടേക്ക് ഇൻ, അതിന്റെ മീനിങ് ടു റിസീവ്, അങ്ങനെ പഠിക്കേണ്ടതല്ലേ? അതെ അതെ, പഠിക്കേണ്ടതാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ടു മേക്ക് ആക്ഷൻ, മീനിങ്. ടേക്ക് ഓഫ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം പഠിക്കേണ്ടതാണ്, പഠിക്കണം. ഇപ്പോ സ്റ്റോപ്പ് എന്ന് പറയാം, ഗിവ് അപ്പ് എന്ന് പറയാം അല്ലെ? ഗിവ് അപ്പ് എന്ന് പറയുന്നത് ഫ്രേസൽ വെർബ് ആണ്. സ്റ്റോപ്പിന്റെ ഫ്രേസൽ വെർബ് ആണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ ഒരുപാടില്ലേ, ഇതെല്ലാം പഠിക്കുക. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഒക്കെ നമ്മൾ യൂസ് ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ടില്ല, അതില് ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് പുട്ട് ഇൻ ആണോ, പുട്ട് ഔട്ട് ആണോ, പുട്ട് ഓഫ് ആണോ, അങ്ങനെയല്ലേ ചോദിക്കുക? അങ്ങനെയൊക്കെ ചോദിക്കാം. എനിക്കിപ്പോ മനസ്സിലായി. അതാ ഞാൻ ചോദിച്ചത്. ഇത് ആന്റണി സിനോണിം എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിൽ ഉണ്ട് ഫുൾ മീനിങ്. ഓക്കെ, ആന്റണിയും സിനോണിമും രണ്ടും അത് വ്യത്യാസമാണ് കേട്ടോ. അത് ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അറിയോ? ഫ്രേസൽ വെർബ് ചോദിക്കേണ്ടത് ഞാൻ ഇതെല്ലാ ചാപ്റ്ററും നമ്മള് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോ ഫ്രേസൽ വെർബിന്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഫ്രേസൽ വെർബും യൂണിറ്റ് 11, 12, 13. 11 നമ്മുടെ ഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച് ആണ്, 12 പാർട്ടിസിപ്പിൾ ആണ്, 13 ഫ്രേസൽ വെർബ് ആണ്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും ചാപ്റ്റർ കംപ്ലീറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പഠിപ്പിച്ചു തരും. ഞാൻ തന്നെ പറഞ്ഞുതരാം, പഠിക്കേണ്ടതുണ്ട് അത്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ. ദെൻ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ തന്നെ പഠിക്കേണ്ടതാണ്. സ്പെല്ലിംഗ് നിങ്ങൾ പഠിക്കണം. സ്പെല്ലിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല, ക്വസ്റ്റ്യൻ വരും. പക്ഷെ സ്പെല്ലിംഗ് നിങ്ങൾ തന്നെ പഠിക്കുക. ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമുക്ക് ചോദ്യം വരുന്നത് അറിയില്ല, ചാൻസ് കുറവാണ് റൈറ്റിംഗ്. പിന്നെ യൂണിറ്റ് 17 അതിനൊന്നും വരില്ല, അതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ എടുത്തു തരുന്നതാണ്. പിന്നെ വേറൊരു ചാപ്റ്റർ എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആർട്ടിക്കിൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാം. ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ എന്ന് മാത്രം നോക്കിയിട്ട് വരാം. ഒരുപാട് അതിനെ കുറിച്ച് തലവന്നാക്കണ്ട. ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം. എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും എന്ന് നോക്കിയിട്ട് വരാം. ആർട്ടിക്കിൾ എന്താണ്? A and D, ഇതാണ് ആർട്ടിക്കിൾ. ഓക്കെ, ഈ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാം. സിമ്പിൾ ആണ്, ഒന്നുകൊണ്ട് പഠിക്കണ്ട. റിപ്പോർട്ട് സ്പീച്ചിനെക്കാളും അത്രയൊന്നുമില്ല, വളരെയധികം സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാം. കോൺകോഡ് ഞാൻ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ആർട്ടിക്കിൾ നോക്കിയിട്ട് വരുന്നു, ഞാൻ കോൺകോഡ് എടുക്കുന്നു. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് പെരുന്നാളിന്റെ പിറ്റേ ദിവസമൊക്കെ കേൾക്കാറ്. അപ്പൊ ഞങ്ങള് കേറാൻ സാധ്യത കുറവാ. പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് ലീവ് ഒന്നും തരില്ല. ക്ലിയർ ആവുന്നില്ല? പെരുന്നാളല്ലേ മിസ്, അപ്പൊ ലീവ് ഒന്നും തരില്ലേന്ന് അറിയില്ലല്ലോ. 2 ദിവസമെങ്കിലും ലീവ് തരുന്നുണ്ടാവൂലേ? അറിയില്ല, പക്ഷെ അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി എന്നാണോ ക്ലാസ് ഉള്ളത് അന്ന് നമുക്ക് ആർട്ടിക്കിൾ എടുക്കാം, ആ ചാപ്റ്റർ എടുക്കാം. നിങ്ങൾ ആർട്ടിക്കിൾ ഒന്ന് നോക്കിയിട്ട് വരൂ. കോൺകോഡ് ഞാൻ എടുക്കാം. അതോടുകൂടി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് പിന്നീട് സംസാരിക്കാം. നാളെ റിപ്പോർട്ട് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ടെക്സ്റ്റ് നല്ലോണം നോക്കാം. ഞാനിപ്പോ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തൊക്കെ നോക്കാം. ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പഠിക്കണോട്ടോ, ഇനി അങ്ങോട്ട് പഠിക്കണം. നമുക്ക് ടൈം ഇല്ല, അറിയാലോ. കോഴ്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. യെസ് മാം.
ഓക്കെ. എന്താണ് കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ കൂളാണോ? പറയൂ. കുഴപ്പമില്ല മിസ്സേ, കൺഫ്യൂഷൻ വെച്ചല്ല. എന്താ പറയാ, പാർട്ടിസിപ്പേഷൻ കുഴപ്പമില്ല, ആ പാഠം കുഴപ്പമില്ല, മനസ്സിലായി എന്താ സംഭവം. പക്ഷെ ഈ ഫ്രേസൽ വെർബ് കുറച്ച് ടെൻഷൻ. പഠിക്കാതെ പറ്റില്ല കേട്ടോ, എന്തായാലും പഠിക്കാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് മിസ്സേ ഈ ടെക്സ്റ്റിലുള്ളതാണ് എങ്ങനെ പഠിക്കേണ്ടത്? ടെക്സ്റ്റ് നോക്കിയിട്ടാണോ? ടെക്സ്റ്റ് അത് ഓക്കെയാണ്, ടെക്സ്റ്റിൽ മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് പഠിക്കണം. അതെ, ഓക്കെ. ആ ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതാണ് അല്ലേ? ഓക്കെ. പിന്നെ ആരാ ചോദിച്ചല്ലോ? ഗോപിക പറയൂ. മാം ഫ്രസൽ വെർബില്ലേ, അത് ഓരോരുത്തരായിട്ടൊരു 10 വെച്ച് റീഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറിയുന്ന പോലെ എക്സ്പ്ലെയിൻ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചെങ്കിലും മനസ്സിലാവില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് മുഴുവൻ റീഡ് ചെയ്യണേനേക്കാളും ബെസ്റ്റ്. നമുക്ക് നോക്കാം ടൈം എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. എനിക്ക് അത്യാവശ്യം തീർക്കേണ്ട ചാപ്റ്റേഴ്സ് ആർട്ടിക്കിൾ, കോൺവേർഡ് തീർക്കണം, ക്വസ്റ്റ്യൻ ടാഗ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് തീർക്കണം. അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് മാത്രമല്ല ഈ ഫ്രേസൽ വെർബിൽ തന്നെ എല്ലാം ഇമ്പോർട്ടന്റ് അല്ലല്ലോ മാം, കുറച്ചൊരു ഇമ്പോർട്ടന്റ് തോന്നുന്നതൊക്കെ ഒന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്തെങ്കിലും വെക്കാലോ. ഒരു കാര്യം പറയട്ടെ, ഞാൻ എക്സാമിന് വരുന്നത് മാത്രം പറഞ്ഞു തരട്ടെ. അല്ല, ഇപ്പൊ ഇതില് ടോട്ടൽ എത്രയുണ്ട് മാം? 69 ഉണ്ട് മാം. ഒരു 16 അല്ല ഒരു 30 ടിക്ക് ചെയ്ത് തരാൻ പറയാം മാം. അത്രയെങ്കിലും ഞങ്ങൾ ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചേക്കാം. 20 വരെ എത്തിച്ചു തരാം, ഒരു 20 വരെ എത്തിച്ചു തരാം. ഓക്കെ ആണോ? ഓക്കെ. ആരോട് പറയണ്ട കേട്ടോ, സീക്രട്ട് ആണ്. സോ എനിക്ക് കോൺവേർഡ് എടുക്കണം, ക്വസ്റ്റ്യൻ ടാഗ് എടുക്കണം, അതൊക്കെ ഇമ്പോർട്ടന്റ് ടാഗ് എടുക്കണം. പിന്നെ അത് മാത്രമല്ല എനിക്ക് കോണ്ടെക്സ്റ്റ്, നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് പറഞ്ഞു തരണം, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് കുറച്ച് സമയം എനിക്ക് വേണം. ഓക്കെ. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ തീർന്നാൽ മാത്രമേ ഈ കോണ്ടെക്സ്റ്റിലൊക്കെ പോകാൻ പറ്റുള്ളൂ. സമയമാണ് ഇങ്ങോട്ടും ഇല്ല എന്താണ്. ഓക്കെ, മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം. ഒരു നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇൻഡെക്സ് ഒന്ന് നോക്കിയിട്ട് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്ന് ഇൻഡെക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ നോക്കി നോട്ട് ചെയ്തൊക്കെ വെക്കാട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആർട്ടിക്കിൾ നോക്കണം, മാർക്കരുത്. അത്രയേ ഉള്ളൂ. നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും റിപ്പോർട്ട് സ്പീച്ചിന്റെ. സൈനോട്ട് പറയൂ, ഞാൻ പോട്ടെ. ആരെങ്കിലും പറയണ്ടോ? പറയാനായിട്ടുണ്ടോ? പറയാം. Your hard work and dedication will pave the way for your success. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും വിജയത്തിലേക്ക് വഴിയൊരുക്കും. Sign out by Jishana. Yes. Thank you, ma'am. Okay. Yeah, thank you all. See you on the next class. Thank you, ma'am. Okay, bye. Thank you, ma'am.